തുള്ളിച്ചാടി നടക്കുന്ന വനമല്ലേ ഇത്? വൃന്ദാവനം ഇവിടെ അടുത്തുണ്ട്. കൽക്കണ്ടം ചുണ്ടിൽ യേശു ഇളക്കമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞേക്കൂ. കർപ്പൂരം കണ്ണിൽ നമ്മളെ മോള് വിചാരിച്ച പോലും നല്ലല്ലോ. കിളിമകളെ കൊള്ളാലോ. വക്കീല് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഏറെക്കുറെ പോഴുന്നിട്ട് എനിക്കെന്തോ പോലെ. കഥ പറയാൻ ഭാരത്തിന്റെ കളിമുറ്റത്ത് കാലെടുത്ത് വെക്കുമ്പോൾ ഏതൊരു പെൺകുട്ടിയും കാലിടറി വീഴാനിടയുണ്ട്. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. കിളിമകളെ എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തിയുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. പഴമുതിരും ചോലകളിൽ കഥ പറയാൻ ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല. ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടി. ഈ പ്രശ്നം ഒന്ന് ക്ലിയർ ആക്കണല്ലോ. നമുക്കെല്ലാവർക്കും കൂടെ കാവുംപാട്ട് വരെ ഒന്ന് പോയാലോ? അതെ, ഒന്ന് സംസാരിച്ചു നോക്കുന്നത് നല്ലതാ. എന്താ പി സിയുടെ അഭിപ്രായം? കൽക്കണ്ടം ചുണ്ടിൽ നിർത്ത്. കൊറേ നേരമായല്ലോ, മതി നിർത്ത്. എന്താടാ? കർപ്പൂരം കണ്ണിൽ ഏതാടോ ഈ മുന്തിയനം? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. കിളിമകളെ ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ. ജാടത്തേണ്ടി ചിരിക്കരുതേ. കൽക്കണ്ടം ചുണ്ടിൽ ജോസഫ് എന്തോടത് കേട്ടൂടെ പാട്ട്? കർപ്പൂരം കണ്ണിൽ വെടിച്ചില്ലാണ് അവള്, വെടിച്ചില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ അവളെ ഒക്കെ തെടുത്തിരുത്തിയിട്ട് താങ്കടക്കത്തില്ലാം അങ്ങൊരു സാധനം താങ്ങ്, അത് പൊളിക്കും. കിളിമകളെ ഇപ്പൊ കേട്ടോ? കൽക്കണ്ടം ചുണ്ടിൽ കർപ്പൂരം കണ്ണിൽ മൂട് കണ്ടേനിപ്പോ പാടാൻ കഥ പറയാൻ. ഏതായാലും നമ്മൾ വിചാരിച്ച നല്ല ബാലകൃഷ്ണൻ എന്താണ് ഒച്ച കേട്ടത്? കൽക്കണ്ടം ചുണ്ടിൽ കർപ്പൂരം കണ്ണിൽ. എനിക്കതല്ല, തലക്കോളം കയറിക്കഴിഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു. പാടാൻ കഥ പറയാൻ. ഘോഷയാത്രയോടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും സമാധാനപരമായി പിരിഞ്ഞു പോകണം. ഇനിയും ഇത്തരം അത്ഭുതങ്ങൾ ആവർത്തിക്കും.